ഡെയിലി വീഡിയോസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ പഴയ വീഡിയോസിന് വ്യൂസ് കയറുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടും. ഇത് ശരിക്കും ഒരു പവർഫുൾ സെറ്റിംഗ്സ് ആണെന്ന് ഞാൻ പറയും. അവരുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസിന് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലുപരി 1000 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യുന്നതിലും ചാനലിലെ വ്യൂസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിലായിരിക്കും 90% ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത്. ഞാനും ആ കാറ്റഗറിയിൽപ്പെട്ടൊരു ആൾ തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിലും ഏതെങ്കിലും ഒന്ന് എയിം ചെയ്തിട്ട് അതിലേക്ക് എഫേർട്ട് ഫുള്ളായിട്ട് കൊടുക്കുക എന്നുള്ളതിലാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് അവർ 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിലും കറക്റ്റായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം 1000 സബ്സ്ക്രൈബർ അച്ചീവ് ചെയ്യുക എന്നുള്ളതിൽ എയിം ചെയ്ത് അതിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. എന്റെ ചാനലിലെ ജേർണി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 7 months ആവുന്നു. ഇപ്പൊ എന്റെ ചാനലിൽ ഒരു 3500ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മന്തില് ഒരു ആവേശത്തിന്റെ പുറത്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ചുക്കും ചുണ്ണാമ്പ് അറിയാത്ത അവസ്ഥ. ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥ. ഒരു 1 month ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, സീരിയസ് ആയിട്ട് തന്നെ എടുക്കണമെന്ന്. അങ്ങനെ ഒരു 2-3 മാസങ്ങളിൽ യൂട്യൂബ് റിലേറ്റഡ് കണ്ടന്റ് ഇടുന്ന ആൾക്കാരുടെ ചാനലിൽ ചെന്നിട്ട് അവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ടിപ്സ്, അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ചാനലിൽ യൂസ് ചെയ്താൽ സക്സസ് ആവുന്ന എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഞാൻ എൻ്റെ ചാനലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2-3 മാസം കടന്നുപോയി. അങ്ങനെ ഒരു 4 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നല്ല എഫേർട്ട് ഇട്ടു. അങ്ങനെ 4-ാം മാസം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റി. എന്നാൽ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ട എഫേർട്ടിന്റെ 4-1 എഫേർട്ട് പോലും ഈ 3500 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി നമ്മൾ ഈ ഡെയിലി വീഡിയോസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ പഴയ വീഡിയോസിലും വ്യൂസ് കയറണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പഴയ വീഡിയോസിന് വ്യൂസ് കയറുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് സ്ട്രക്ക് ആവും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അത് ഓടാതിരുന്നിട്ട് പെട്ടെന്ന് അതിനൊരു ഹൈപ്പ് കിട്ടി അത് ഓടി തുടങ്ങുമ്പോഴായിരിക്കും നല്ല രീതിയിൽ കയറി പോവുകയും ചെയ്യും. അതിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും ചെയ്യും. ഇതെങ്ങനെ നമ്മുടെ എല്ലാ വീഡിയോസിലും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും? ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ചാനലില് നമ്മൾ അറിയാത്ത ഹിഡൻ ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സ് ഉണ്ടെന്ന് മനസ്സിലായത്. സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഇൻക്രീസ് ചെയ്യാനുള്ള 6 ഹിഡൻ സെറ്റിംഗ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ പുതിയ യൂട്യൂബേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ തന്നെ അവസാനത്തെ 2 ടിപ്സ് എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോസ് നല്ല രീതിയിൽ വ്യൂസ് കയറാൻ വേണ്ടിയിട്ടുള്ള 2 ടിപ്സ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഷോർട്ട് വീഡിയോസിലൂടെ സക്സസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് KL ബ്രോ ബിജുവിന്റെ ഫാമിലിയൊക്കെ. അവരുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസിന് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ സെറ്റിംഗ്സ് ആണ് ചാനൽ കീവേഡ്സ്. ഈ ചാനൽ കീവേഡ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ചാനൽ കീവേഡ്സിന് നമ്മുടെ വ്യൂസ് വർദ്ധിപ്പിക്കുന്നതിന് നല്ലൊരു പങ്കുണ്ട്. നമ്മുടെ ചാനലിന്റെ ബാക്ക് ബോൺ ആണ് ചാനൽ കീവേഡ്സ് എന്ന് നമുക്ക് പറയാം. ചുമ്മാ ടാക്സ് കൊടുക്കുന്നത് പോലെ വാരി വലിച്ച് ചാനൽ കീവേഡ്സ് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് യൂട്യൂബിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചാനലിന്റെ കീവേഡ്സ് നമ്മൾ ഉറപ്പായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ വീഡിയോസിന്റെ കണ്ടന്റ് മനസ്സിലാക്കി വീഡിയോസ് നല്ല രീതിയിൽ പുഷ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൽ ചാനൽ കീവേഡ്സിന് നല്ലൊരു ശതമാനം പങ്കാണുള്ളത്. ചാനൽ കീവേഡ്സ് സെറ്റ് ചെയ്യുന്നതിന് IT സ്റ്റുഡിയോയുടെ ഡെസ്ക്ടോപ്പ് വെർഷനിൽ കയറിയിട്ട് സെറ്റിംഗ്സ്, ചാനൽ, ബേസിക് ഇൻഫർമേഷൻ, അതിൻ്റെ താഴെയായിട്ട് കീവേഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ചാനലിലെ കീവേഡ്സ് ആണ്. അതിനകത്ത് കീവേഡ്സ് കൊടുക്കുമ്പം നിങ്ങളിടുന്ന ഏത് ടൈപ്പ് കണ്ടന്റ് ആണോ ആ കണ്ടന്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചാനലിന്റെ പേര് ഒക്കെ കൊടുക്കുക. രണ്ടാമത്തെ സെറ്റിംഗ്സ് ആണ് അപ്ലോഡ് ഡീഫോൾട്ട്സ്. നമ്മുടെ ചാനലിന്റെ SEO ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അതിലുപരി നമ്മുടെ ടൈം ഒരുപാട് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ കൂടുതൽ കണ്ടന്റ് ക്രിയേഷനിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിന് ഈ ഡീഫോൾട്ട് സെറ്റിംഗ്സ് സഹായിക്കും. ഡീഫോൾട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IT സ്റ്റുഡിയോ, സെറ്റിംഗ്സ്, അപ്ലോഡ് ഡീഫോൾട്ട്സ്, ഡിസ്ക്രിപ്ഷൻ, വിസിബിലിറ്റി, ടാഗ്സ്, ഇത് 3 ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ടൈറ്റിൽ നിങ്ങൾ ഡീഫോൾട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ടൈറ്റിൽ എപ്പോഴും യൂണിക് ആയിരിക്കണം. ഡീഫോൾട്ടിൽ വിസിബിലിറ്റി ഉറപ്പായിട്ട് സെറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് പറയുന്ന സമയത്ത് അത് പബ്ലിക്കിലാണ് വന്ന് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ അറിയാതെ തന്നെ പബ്ലിക് ആയി പോകും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അൺലിസ്റ്റോ പ്രൈവറ്റോ നിങ്ങൾ ആക്കി വെക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്പം തന്നെ ഒരിക്കലും
പോസ്റ്റ് ചെയ്യാൻ പാടില്ല. യൂട്യൂബിന്റെ അൽഗോരിതത്തിന് നിങ്ങൾ ഇടുന്ന കണ്ടന്റിനെ കുറിച്ച് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അൺലിസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഡീഫോൾട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തെ സെറ്റിംഗ്സ് ആണ് ചാനൽ ട്രീസർ ആൻഡ് ഫീച്ചേർഡ് വീഡിയോസ്. ഇത് ശരിക്കും ഒരു പവർഫുൾ സെറ്റിംഗ്സ് ആണെന്ന് ഞാൻ പറയും. നമ്മുടെ ചാനലിലേക്ക് വരുന്ന പുതിയ വ്യൂവേഴ്സിനെ ഹുക്ക് ചെയ്ത് നിർത്താൻ പറ്റിയ ഒരു സെറ്റിംഗ്സ് ആണ് ഈ ചാനൽ ട്രീസർ എന്ന് പറയുന്നത്. ഈ ചാനൽ ട്രീസറിലൂടെ നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ നല്ല രീതിയിൽ കൂട്ടാനും റിട്ടേണിംഗ് വ്യൂവേഴ്സിനെ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് YT സ്റ്റുഡിയോ, കസ്റ്റമൈസേഷൻ, ഹോം ടാബ്, ആഡ് സെക്ഷൻ, ചാനൽ ട്രീസർ. ചാനൽ ട്രീസറിലേക്കുള്ള വീഡിയോസ് ചൂസ് ചെയ്യുമ്പം ഹൈ വ്യൂസും എൻഗേജ്മെന്റും ഉള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യണം. ഫീച്ചേർഡ് വീഡിയോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് സെക്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം പോപ്പുലർ വീഡിയോസ് സെലക്ട് ചെയ്തതിനു ശേഷം പബ്ലിഷ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുമ്പ് ഹോം ടാബില് വീഡിയോസ്, ഷോർട്സ്, പാസ്റ്റ് ലൈവ് സ്ട്രീംസ്, ക്രിയേറ്റഡ് പ്ലേലിസ്റ്റ്, പോസ്റ്റ് ഇത്രയും മാത്രമേ ഹോം ടാബിൽ കാണാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ നമ്മൾ ഇത് പോപ്പുലർ വീഡിയോയും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ലിസ്റ്റിലേക്ക്, ഹോം ടാബിലെ ലിസ്റ്റിലേക്ക് പോപ്പുലർ വീഡിയോസും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ടൊരു വ്യൂവർ വരുമ്പോൾ അവരെ ചാനൽ ട്രീസറിലൂടെ ഹുക്ക് ചെയ്ത് നിർത്താൻ പറ്റും. ചാനലിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അവർക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. അപ്പം തന്നെ അവർക്കൊരു ഇംപ്രഷൻ കിട്ടും. അതിനുശേഷം പിന്നീട് നമ്മൾ പോപ്പുലർ വീഡിയോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പോപ്പുലർ വീഡിയോസും കൂടെ റെക്കമെൻഡേഷനിൽ വരും. അങ്ങനെ നമ്മുടെ വ്യൂസ് വർദ്ധിപ്പിക്കാനും റിട്ടേണിംഗ് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. നാലാമത്തെ സെറ്റിംഗ്സ് ആണ് സെറ്റ് യുവർ ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ് ഓർ നോട്ട്. ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സെറ്റിംഗ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ കിഡ്സിന്റെ ബേസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റഡ് വിസിബിലിറ്റി ആയിരിക്കും ഉള്ളത്. അതല്ല നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിൽ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിൽ ഉള്ളതല്ല എന്ന് തന്നെ കൊടുക്കണം. കുഞ്ഞു കുട്ടികളുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിൽ ഉള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് തന്നെ അത് ലിമിറ്റഡ് വിസിബിലിറ്റി ആക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സെറ്റിംഗ്സ് ഏതാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിലേക്ക് ഇടുക. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികളേക്ക് അത് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിലോട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആക്കിയ മോണിറ്റൈസേഷൻ ഒക്കെ ആയി കഴിയുമ്പോൾ ആഡ്സ് ഒക്കെ വരുന്നതിൽ അത് ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് മെയ്ഡ് ഫോർ കിഡ്സ് അല്ല എന്നുണ്ടെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സ് അല്ല എന്നുള്ളത് തന്നെ കൊടുക്കുക. മെയ്ഡ് ഫോർ കിഡ്സ് ഓർ നോട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരെ YT സ്റ്റുഡിയോ, സെറ്റിംഗ്സ്, ചാനൽ, അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ്. ഇനി മെയ്ഡ് ഫോർ കിഡ്സ് ആണോ അല്ലയോ എന്നുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇനി അഞ്ചാമത്തെ സെറ്റിംഗ്സ് ആണ് ഷോർട്ട് വീഡിയോസിന്റെ ടൈറ്റിൽ. നിങ്ങൾ ഷോർട്ട് വീഡിയോസിന്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 ലെറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഈ 100 ലെറ്റേഴ്സ് ഫുള്ള് ഫില്ല് ചെയ്യാൻ നിൽക്കാതെ ഒരു 70 ലെറ്റേഴ്സിനകത്ത് നിങ്ങൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. അത് എൻ്റെ ഒരു അനുഭവമാണ്. അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക. അതിന്റെ കൂടെ ആൾക്കാരെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോജീസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ഇടവരും. ടൈറ്റിൽ നിങ്ങൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യൂസ് കയറും. ആൾക്കാർക്ക് എന്താണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാപ്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കൂടുതൽ നമുക്ക് വീഡിയോസിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ പറ്റും. ആറാമത്തെ സെറ്റിംഗ്സ്. ഈ സെറ്റിംഗ്സ് ആണ് നമ്മുടെ KL ബ്രോ ബിജു ഒക്കെ അവരുടെ ചാനലിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോർട്സ് ചെയ്തിട്ടാണ് അവർക്ക് ഇത്രയും പോപ്പുലറായി മാറിയത്. അവരുടെ ചാനലിൽ യൂസ് ചെയ്യുന്ന ട്രിക്ക് ആദ്യം ഞാൻ അവരുടെ ഷോർട്ട് വീഡിയോ കാണിക്കാം. നിങ്ങൾ ഈ തമ്പനയിൽ ഒന്ന് ഓർത്ത് വെച്ചോണേ. നിങ്ങൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ആ തമ്പനയിൽ കണ്ടായിരുന്നോ? ഇനി ഞാൻ ഇവരുടെ വേറൊരു ഷോർട്ട് വീഡിയോയുടെ തമ്പനയിലൂടെ കാണിക്കാം. ഇതാ ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ടോ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ആണ്. നിങ്ങൾ ഈ തമ്പനയിലുള്ള ഷോർട്ട് വീഡിയോയിലും എവിടെയും അങ്ങനെ സീൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ അങ്ങനെ ഒരു ഇമേജ് ഇല്ലെന്നല്ല, ഉണ്ട്. ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ആ ഒരു ഇമേജ് പാസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ശരിക്കും ട്രിക്ക്. ആൾക്കാർക്ക് എന്താണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തമ്പനയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയുടെ എവിടെയെങ്കിലും ഒരു ഇമേജ് കൂടെ ആഡ് ചെയ്യുക. ഒരു 0.3 സെക്കൻഡ് ഇമേജ് മാത്രം മതിയായിരിക്കും. ജസ്റ്റ് ഒന്ന് മിന്നി പറയുന്ന രീതിയിലുള്ള ഒരു തമ്പനയിൽ സെറ്റ് ചെയ്യുക. 0.3 സെക്കൻഡ് ഇമേജ് അത് വീഡിയോയുടെ എവിടെ വേണേലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം.
അത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് അത് അധികം ആരും ശ്രദ്ധിക്കത്തില്ല. ആൾക്കാരെ ക്ലിക്ക് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തമ്പനെയിൽ സെറ്റ് ചെയ്യുന്നു. അത് നിങ്ങളുടെ വീഡിയോസിന്റെ CTR വർദ്ധിപ്പിക്കുകയും ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്റെ വീഡിയോസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഷോർട്ട് വീഡിയോസിൽ ഞാൻ തമ്പനെയിൽ സെറ്റ് ചെയ്യുമ്പം ആ തമ്പനെയിലിൽ ഞാൻ ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യും. തമ്പനെയിലിൽ തന്നെ ഒരു ക്യാപ്ഷനും കൂടെ കൊടുക്കും. ടൈറ്റിൽ കൊടുക്കുന്ന കൂടാതെ ആൾക്കാർക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്ഷനും കൂടെ ഞാൻ ആഡ് ചെയ്യും. കൂടുതൽ ആൾക്കാർ ഷോർട്ട് വീഡിയോസ് ക്ലിക്ക് ചെയ്യും. നമ്മുടെ ചാനലിലെ വ്യൂസ് വർദ്ധിപ്പിച്ച് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള 6 സെറ്റിംഗ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വർക്ക് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.